ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ചെയ്ത ഒരു വീഡിയോയുടെ ഒരു ഭാഗമാണ്. അതായത് ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, എങ്ങനെയാണ് MyV3 ആഡിൽ നിന്ന് നമുക്ക് പൈസ അവർ ഷെഡ്യൂൾ ചെയ്ത് ഓരോരുത്തർക്ക് ബാങ്കിൽ ഇടുന്നതെന്ന്. കാരണം ഓരോ ദിവസം നമ്മൾ വിഡ്രോ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം ഒരു നിശ്ചിത ദിവസങ്ങൾക്കുള്ളിലാണ് നമ്മുടെ ബാങ്കിലേക്ക് പൈസ വരിക. അപ്പോൾ പല പല ദിവസമാണ് ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ ആ റിക്വസ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമ്മുടെ ബാങ്കിലേക്ക് പൈസ ഇടുന്നത്. അപ്പോൾ എങ്ങനെയാണ് MyV3 ആഡ്സ് എന്ന കമ്പനി ഈ ഷെഡ്യൂൾ ചെയ്യുന്നതും എത്ര ദിവസത്തിനുള്ളിൽ സാധാരണ പൈസ നമ്മുടെ ബാങ്കിൽ വരുന്നതും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായാൽ നമുക്ക് അങ്ങനെ എല്ലാ ദിവസവും ബാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ MyV3 ആഡ് എന്ന കമ്പനിയിൽ നിന്നും അവരുടെ ബോർഡ് മെമ്പേഴ്സ് ആയിട്ടുള്ളവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും കിട്ടിയ ഒരു ഇമേജ് സൈഡിൽ കാണിക്കാം. ഞാനിപ്പോൾ ക്ലാസ്സിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ഞാനിവിടെ എഴുതി കാണിച്ച് വളരെ ക്ലിയർ ആയിട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, കഴിവതും ഞായറാഴ്ച റിക്വസ്റ്റ് കൊടുക്കാതിരിക്കുക. കാരണം അത് ഒരുപാട് ദിവസത്തിന് ശേഷം മാത്രമേ നമുക്ക് ബാങ്കിലേക്ക് പൈസ വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസം വേണോ, ഞായറാഴ്ച മുതൽ നിങ്ങൾക്ക് ശനിയാഴ്ച വരെ നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കുവാൻ അലൗഡ് ആണ്, കഴിയുന്നതാണ്. എന്നാലും കഴിവതും ഞായറാഴ്ചകളിൽ പൈസ വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കാതിരിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഞായറാഴ്ചയാണ് റിക്വസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾ സൺഡേ റിക്വസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ 13 ദിവസം എടുക്കും. 13 ദിവസം എടുക്കും നിങ്ങളുടെ ബാങ്കിലേക്ക് പൈസ വരുന്നതിന് വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ തിങ്കളാഴ്ചയാണ് വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ 12 ദിവസത്തിനുള്ളിലായിരിക്കും നിങ്ങളുടെ ബാങ്കിലേക്ക് പൈസ വരിക. ഇനി ട്യൂസ്ഡേ, നിങ്ങൾ ചൊവ്വാഴ്ചയാണെങ്കിൽ 11 ദിവസം, വെനസ്ഡേ ആണെങ്കിൽ 10 ദിവസം, തേഴ്സ്ഡേ 9 ദിവസം. ഇനി ഫ്രൈഡേ, വെള്ളിയാഴ്ച നമുക്ക് 8 ദിവസത്തിലും, സാറ്റർഡേ ശനിയാഴ്ച 7 ദിവസത്തിലും ആണ് നമ്മുടെ ബാങ്കിലേക്ക് പൈസ വരുന്നെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ച ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതും എൻ്റെ താഴെ ഉള്ളവരോടും ഡൗൺലൈനിനോടും എൻ്റെ കീഴിൽ ജോയിൻ ചെയ്തവരോടും എൻ്റെ ഫ്രണ്ട്സിനോടും ഫാമിലിയിലുള്ളവരോടുമൊക്കെ ഞാൻ പറയുന്നത് എപ്പോഴും ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഈ 2 ദിവസം റിക്വസ്റ്റ് കൊടുക്കാനാണ്. കാരണം നമ്മൾ ഈ 2 ദിവസത്തിനുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ എത്രത്തോളം നേരത്തെ വരുമോ അത്രത്തോളം നേരത്തെ നമ്മുടെ ബാങ്കിലേക്ക് പൈസ വരും. അപ്പം ഇത് നമ്മുടെ MyV3 ആഡ് കമ്പനിയിൽ നിന്ന് വന്ന ഒരു ഷെഡ്യൂൾ ഫോം സ്ട്രക്ചർ ആണെങ്കിൽ പോലും, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഞാൻ സാറ്റർഡേ റിക്വസ്റ്റ് കൊടുത്ത് 7 ദിവസമല്ല 3 ദിവസത്തിലൊക്കെ എനിക്ക് പൈസ വന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ നോക്കട്ടെ, പഴയ സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കാണിക്കാം. 3 ദിവസം എനിക്ക് മാത്രമല്ല, എൻ്റെ ഡൗൺലൈനിൽ എൻ്റെ ഫാമിലി ഉള്ളവർക്കൊക്കെ ശനിയാഴ്ച കൊടുത്താൽ 7 ദിവസമല്ല 7 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ബാങ്കിലേക്ക് പൈസ വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിവതും ഞായറാഴ്ച ഒഴിവാക്കാൻ നോക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക, കഴിവതും ഞായറാഴ്ച പൈസയുടെ വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. വീണ്ടും കഴിവതും വെള്ളിയോ ശനിയോ വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. ഇതിൽ കാണിച്ചിരുന്ന സമയത്തിനേക്കാൾ ഉള്ളിൽ നമ്മുടെ ബാങ്കിലേക്ക് പൈസ വരുവാൻ സാധ്യതകളുണ്ട്. രണ്ടാമതായിട്ട് അവസാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഒരുപാട് പേര് ചോദിച്ചതുമാണ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വന്നിട്ടും നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് എന്തുകൊണ്ട് കുറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് മൈനസ് ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ടോട്ടൽ എമൗണ്ടിൽ 1000 രൂപ ഉണ്ടായിരുന്നു, നിങ്ങൾ 500 രൂപ വിഡ്രോ ചെയ്തപ്പോൾ എന്തുകൊണ്ട് ബാലൻസ് എമൗണ്ടില് 500 രൂപ ആകാതെ മറിച്ച് 1000 എന്ന് തന്നെ കാണിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ചോദിച്ചു. അതായത് 500 രൂപ നിങ്ങളുടെ ബാങ്കിൽ വന്നതിന് ശേഷവും വീണ്ടും ടോട്ടൽ എമൗണ്ട് 1000 തന്നെ കാണിച്ചിരിക്കുന്നു, എന്തുകൊണ്ട് കുറഞ്ഞില്ല എന്നുള്ള കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ റീസൺ ഇത്ര മാത്രമാണ്. നമുക്ക് ഒരു വിഡ്രോ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം 30 ഡേയ്സിന് ശേഷം മാത്രമേ
നെക്സ്റ്റ് വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് നിങ്ങൾ അടുത്ത വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കണമെങ്കിൽ 30 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത റിക്വസ്റ്റ് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മൈവി3 ആഡിൻ്റെ ഭാഗത്തു നിന്നും പറഞ്ഞിട്ടുള്ള ടൈം പീരീഡിനുള്ളിൽ നിങ്ങളുടെ ബാങ്കിലേക്ക് പൈസ വിടുക എന്നുള്ളതാണ് അവർ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ്. അതായത് അവർ പറയുന്ന ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ബാങ്കിലേക്ക് പൈസ ഇട്ട് തരുന്ന കാര്യം അവർ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പാണ്. അതിനുശേഷം നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിലല്ലേ കഴിഞ്ഞാലല്ലേ അടുത്ത റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒരു 20 ദിവസത്തിന് ഉള്ളിൽ 20 30 ദിവസത്തിനുള്ളിൽ മാത്രമേ ഇത് ഓട്ടോമാറ്റിക് മൈനസ് ആയിട്ട് യഥാർത്ഥ പൈസ ബാക്കി പൈസ എമൗണ്ട് അവിടെ കാണിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് കുറച്ച് ടൈം എടുത്ത് മാത്രമേ പ്രോപ്പറായിട്ട് ഇവിടെ വരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ബാങ്കിൽ പൈസ കൃത്യസമയത്തിന് വന്നോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ഇവിടെ മൈനസ് ആകുന്നതൊക്കെ അതിൻ്റെ സമയത്തിനായിക്കൊള്ളും. അടുത്ത 30 ദിവസം കഴിഞ്ഞ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാൻ നേരത്ത് അതിനു മുമ്പ് തന്നെ ഇവിടെ മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് അതോർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ ബാങ്കിൽ പറഞ്ഞ സമയത്തിനോ അതിനുള്ളിലോ പൈസ വന്നോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം നോക്കുക. അതിനുശേഷം ആ പറഞ്ഞ ടൈമിനുള്ളിൽ വന്നില്ലെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. ആർക്കും അങ്ങനെ ലേറ്റ് ആയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർക്കും ലേറ്റ് ആയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ കൊടുത്തിരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമുക്കൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. ബോർഡ് മെമ്പേഴ്സുമായിട്ട് നമുക്കിപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ കണക്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ക്വയറീസ് ക്ലിയർ ചെയ്യാനും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഒക്കെയുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ കഴിയും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.